48 വർഷം പഴക്കമുള്ള വീടിൻ്റെ അവസ്ഥ ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് അകമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീടിൻ്റെ വാതിൽക്കൽ വെള്ളം കയറി കിടന്നിപ്പോവും. മേളം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അകത്ത് മുഴുവൻ ലീക്കും കാര്യങ്ങളെല്ലാമായ അവസ്ഥ. ഇതുവരെയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി എന്തെങ്കിലും നടപടി സർക്കാർ എടുക്കേണ്ടതാണ്. എത്ര വട്ടം പഞ്ചായത്തിലും സർക്കാരിനും അപേക്ഷ ഞങ്ങൾ കയറിയിറങ്ങി മടുത്തു. ഇതുവരെയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ആനുകൂല്യങ്ങളും ഒരു പൈസയും വീട് വെക്കാനുള്ള ഒരു പൈസയും ഇതായിട്ട് ലിസ്റ്റിൽ പേരുണ്ടെന്നല്ലാതെ ഇതായിട്ടും ഒന്നും സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി പൈസ ഒന്നും ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള പൈസ ഒന്നും സർക്കാർ ഇതായിട്ടും തന്നിട്ടില്ല. ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറയുന്നില്ലേ, ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള പൈസയും ഒന്നും ഇതായിട്ടും സർക്കാർ ഞങ്ങൾക്ക് അയച്ച് തന്നിട്ടില്ല. വീടിൻ്റെ അകം കണ്ട മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു നല്ല കാറ്റ് മഴ അതിനെ ഇടിഞ്ഞ് എപ്പോൾ വീഴുന്നവരും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹാളിൻ്റെ റൂം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് അടുക്കളയിലും നടുക്കത്തെ റൂമിലും ചോർച്ച എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന വീട്. 48 വർഷം പഴക്കമുള്ള ഈ പഴയ വീട് പുതുക്കി പണിയാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ സഹായിക്കണം. ഞങ്ങൾ സഹായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും, താഴെ കൊടുക്കുന്നതായിരിക്കും. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അറിയിക്കുന്നു. സഹായിക്കാൻ കഴിവുള്ള സർക്കാർ, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ്. ഇത്ര വർഷം പഴക്കമുണ്ടായിട്ട് ഒരു സർക്കാർ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഇതായിട്ടും ചെയ്തു തന്നിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെ സർക്കാർ മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ചെയ്യാൻ തോന്നാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇവിടെ വയ്യാത്ത 2 വ്യക്തികൾ താമസിക്കുന്ന വീടാണ്. എപ്പോഴും കാറ്റും മഴയും വീട് കഴിഞ്ഞ് ഇടിഞ്ഞ് തല വീഴുന്ന പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വീടിൻ്റെ. അടുക്കള മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ പഴയ അടുക്കള ഭാഗം ഇടിഞ്ഞ് വീണ് പോയ അവസ്ഥയാണ്. ഇവിടെ ചാർത്ത് വെച്ചാണ് ഞങ്ങളിപ്പോൾ കഞ്ഞിയും ഇതെല്ലാം റെഡിയാക്കുന്നത്. ഈ റൂമിൻ്റെ അവസ്ഥ അതേപോലെ തന്നെ, എപ്പോൾ ഇടിഞ്ഞു പോകുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ കാണാം, കുറച്ച് പൈസയും അനുമതിയും എല്ലാം ഞങ്ങൾക്ക് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗരൻ ഇടുന്ന വീഡിയോ ആണിത്. കേന്ദ്ര സർക്കാർ ഇത് കണ്ട് തന്നെ എനിക്ക് പറയാനുണ്ട്. വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഒരു സർക്കാർ ഇതായിട്ടും കാണാത്ത എന്താന്ന് എനിക്ക് കിട്ടണം. ചിലപ്പോൾ മാറിയെന്നേ ഇതാണ് ഞങ്ങളുടെ ചാർത്തിൻ്റെ അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ് മൊത്തം പോയ അവസ്ഥയാണ്. ഇതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ചാർത്ത് ഞങ്ങളെ ബാത്റൂം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം പോയ അവസ്ഥയാണ്. പുതുക്കി പണിയാൻ വേണ്ടി എത്ര നാൾ ഞങ്ങൾ സർക്കാരിന് അപേക്ഷ കൊടുത്തിരുന്നില്ല. പുതുക്കി പണിയാൻ വേണ്ടിയുള്ള കാശ് വേണ്ടി എത്ര വട്ടം അപേക്ഷ കൊടുത്തിരുന്നു. ഇതുമായിട്ടും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ലിസ്റ്റിൽ പേരുണ്ടെന്നല്ലാതെ ഒന്നും ഇതായിട്ട് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അതിനാൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ പറയുകയാണ്. അവിടെ മാറി പോവും.
ചായ എടുക്ക്.